രണ്ടാം ലോകകപ്പിൽ സ്പെയിൻ മുത്തമിട്ടതിന്റെ ആവേശത്തിലാണ് സ്പെയിൻ ആരാധകർ. നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം, എങ്ങനെ ഉണ്ടായിരുന്നു കളി? ഉഷാറ് കളിയായിരുന്നു. 0 ടാർഗറ്റിൽ അർജന്റീന നിലംപരിശമാക്കി തോൽപ്പിച്ച് കഴിഞ്ഞു. ഇനി അതിലൊന്നുമില്ല, അർജന്റീന ഫാൻസിന് ഒന്നും പറയാനില്ല. കാരണം അതിനും അത് തീർത്ത് കൊടുത്ത് സ്പെയിൻ അർജന്റീന തീർത്ത് കളഞ്ഞു. അത്രേ ഉള്ളൂ പറയാൻ. അർഹിക്കുന്ന വിജയം. എത്ര ഷോട്ട്സ് കൊടുത്ത, എത്ര കൗണ്ടർ ആകാനാ. അർജന്റീനക്കാല് ബോളേ തട്ടില്ല. അതുമാതിരി കളിച്ച് ടിക്കറ്റൊക്കെ പഴയ ടിക്കറ്റൊക്കെ എല്ലാം കളിച്ച് അവരെ നിലംപരിശാക്കിയിട്ടാണ് വിട്ടേക്കുന്നത്. ഇനി അർജന്റീന ഫാൻസിന് ഒന്നും പറയാനില്ല. കളിയോടെ തീർന്നു. മെസ്സിയെ ലോക്ക് ചെയ്തുള്ള കളിയായിരുന്നു. ശരിയാണ്, മെസ്സിയെ ലോക്ക് ചെയ്ത് ബോൾ തൊടിച്ചില്ല. മെസ്സിനെ ആദ്യത്തെ ഒന്നും തൊടിച്ചില്ല. ഫസ്റ്റ് എല്ലാം സ്പെയിൻ്റെ കയ്യിലാണ് കളി മൊത്തം ഉണ്ടായിരുന്നത്. പൊരുതി വിജയം തന്നെ. പിന്നല്ല അറിയിക്കുന്ന വിജയം തന്നെ. ഒന്നുമില്ല, വേറെ ഒന്നും. ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു കളി? അടിപൊളി. പന്ത് കിട്ടിയവർ ജയിച്ചു. പിന്നെ അർജന്റീന ആരാധകനാണോ? ആയിരുന്നു. പക്ഷേ ഇന്ന് അർജന്റീന 11 പേരായിട്ടാണ് കളിച്ചത്, അതുകൊണ്ട് തോറ്റുപോയി. ഇന്നലെ വരെ നമുക്ക് 12 പേരുണ്ടായിരുന്നല്ലോ. സ്പെയിൻ അർഹിക്കുന്ന വിജയമായിരുന്നു. ഡെഫിനറ്റ്ലി. അർജന്റീനയ്ക്ക് യഥാർത്ഥത്തിൽ ബോള് കയ്യിൽ കിട്ടുന്ന സാഹചര്യം ഏറ്റവും നന്നായിട്ട് പറയാൻ പറ്റുന്ന ഇവനാട്ടാ. പൈസക്കുള്ള പണി എടുത്തിട്ടില്ല, റെഫറി പൈസക്കുള്ള പണി എടുത്തില്ല. അതൊരു തോറ്റുപോയി, വേറൊന്നും പറയാനില്ല. എങ്ങനെ ഉണ്ടായിരുന്നു കളി? എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നു. ഏത് ഫാനാ? സ്പെയിൻ. സ്പെയിനാണ്. ജയിക്കുന്നു ഉറപ്പിച്ചോന്നാണോ? ആണ്. നല്ല ഉറപ്പുണ്ടായി. കളി എങ്ങനെയുണ്ട്? മൊത്തത്തിൽ എങ്ങനെയുണ്ട്? സൂപ്പറായിരുന്നു. കളി എങ്ങനെ ഉണ്ടായിരുന്നു? അർജന്റീന ഫാനാണോ? പോർച്ചുഗലാണ്. ഈ കളി എങ്ങനെ ഉണ്ടായിരുന്നു? സ്പെയിൻ്റെ കളി എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഒരു നിരാശയില്ല. നമ്മൾ പ്രതീക്ഷിച്ച വിജയമാണ്. സ്പെയിൻ ആരാധികയാണോ? ഫ്രാൻസിന്റെ ആരാധികയായിരുന്നു, പിന്നെ മാറിയത്. പക്ഷെ അർജന്റീനക്ക് ആരാധികയല്ല. മെസ്സിയും ടീമിനെയും ബോൾ തൊടാൻ സമ്മതിച്ചില്ല. ഇല്ല, തറ പറ്റിച്ച്. ഗംഭീര കളിയായിരുന്നു. ഹിമാലൊക്കെ നന്നായിട്ട് കളിച്ചു. കാരണം അവരുടെ ആ അർജന്റീനയുടെ ഇതിലേക്ക് അവർക്ക് ബോളേ കൊടുത്തിട്ടില്ലായിരുന്നു. അടിപൊളി കളിയായിരുന്നു. ഇവിടെ നമുക്ക് കാണാം അർജന്റീന ഫാൻസ് നിരാശരായി ഇരിക്കുകയാണ്. കളി നിരാശപ്പെടുത്തിയോ? കളി കുറച്ച് നിരാശ. കപ്പ് ഉയർത്തുമെന്ന് പ്രതീക്ഷ ആരായാലും പ്രതീക്ഷിക്കുമല്ലോ. സെക്കൻഡ് ഹാഫിൽ തിരിച്ചു വരുമെന്നാണ് നേരത്തെ പ്രതീക്ഷ ഉണ്ടായിരുന്നത്. അപ്പോൾ അതാണ് പരാജയം. അവർ വലിയ സങ്കടത്തിലാണ്. പരാജയം നേരിട്ടതിൽ വലിയ സങ്കടം അർജന്റീന ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിലേക്ക് വന്നാൽ സ്പെയിൻ ആരാധകർ വലിയ ആഘോഷത്തിൽ ഇവിടെ നിൽക്കുന്നതാണ്. ചേട്ടാ കളി എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. അർഹിച്ച വിജയമായിരുന്നു. ശരിക്കും അർഹിച്ച വിജയമായിരുന്നു. കുറച്ച് കളി കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നി ഇത് എന്താവും എന്നുള്ളൊരു ഇതിൽ നിൽക്കുകയായിരുന്നു. പക്ഷെ ശരിക്കും അർഹിച്ച വിജയമായിരുന്നു. സോ ഹാപ്പി. സ്പെയിൻ സിൻസ് 2010 തൊട്ട് സ്പെയിൻ്റെ ഫാനാണ്. സാധാരണ ബാഴ്സലോണക്കാരാണ് സ്പെയിൻ്റെ ഫാൻ ആവാറ്. ഞാൻ റയൽ മാഡ്രിഡ് ആണ്. അന്നല്ല 2010 ടീമിൻ്റെ ഇതിൽ കസിയസിൻ്റെ നേതൃത്വത്തിലായിരുന്നു അന്നത്തെ റയൽ മാഡ്രിഡ് ഉണ്ടായിരുന്നത്. അന്നോട്ട് സ്പെയിൻ്റെ ഫാനാണ്. സോ ഹാപ്പി ടുഡേ, സോ ഹാപ്പി. ഇവിടെ ആരാധകർ വലിയ ആവേശം നമുക്ക് കാണാം. കളി തുടങ്ങുമ്പോൾ ചേട്ടൻ എൻ്റെ അടുത്ത് വന്നിരുന്നു. അപ്പൊ ഞാൻ എന്താ പറഞ്ഞത്? പൊട്ടുന്നല്ല, ജയിച്ചോ, കളി ജയിച്ചോ, അത്രയേ ഉള്ളൂ. 0 ഷോട്ട് ഓൺ ടാർഗറ്റ്. പ്യുവർ ഡോമിനൻസ്. അർജന്റീന കളിക്കാൻ ഇവര് സാമ്പാർ മുന്നണിക്കാരാ. സ്പെയിനേര് ആരുമില്ല ഇതില്. സാമ്പാർ മുന്നണിയാ. അർജന്റീന തോറ്റു സമ്മതിച്ചു. കളിയാണ്, ഇതൊക്കെ ഉണ്ടാവും. അതാണ് തോറ്റിട്ടും അർജന്റീനയാണ് എന്ന് പറയാൻ ഒരു മടിയുമില്ല. അർജന്റീന ഫാൻസ് എന്നും അർജന്റീന തന്നെയാണ് എന്നതാണ്. ഇവിടെ നമുക്ക് ആരാധകരുടെ ആവേശം കാണാം. അപ്പോൾ ഇതാണ്, വലിയ ആവേശത്തിലാണ് സ്പെയിൻ ആരാധകർ. നിരാശരായി മടങ്ങുകയാണ് അർജന്റീന ഫാൻസ്. കൊച്ചിയിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് പ്രദീപ് കുമ്പടിക്കൊപ്പം റിപ്പോർട്ടർ രാംഷാ CP, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.